വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതോടെ മുനമ്പത്തെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ജയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി അംഗങ്ങൾ ഇതിനെ കാണുന്നത്. അതേസമയം ഭേദഗതിയിലൂടെ പ്രശ്നപരിഹാരം സാധിക്കില്ലെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. കഴിഞ്ഞ രാത്രി അക്ഷമയോടെയാണ് മുനമ്പത്തെ ജനങ്ങൾ കാത്തിരുന്നത്. ലോകസഭയിൽ വഖഫ് ഭേദഗതി ബിൽ പാസായതോടെ അവർക്ക് പുത്തൻ പ്രതീക്ഷയുടെ പുതിയ വഴികൾ തെളിഞ്ഞു. പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് അവരത് ആഘോഷമാക്കിയത്. കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പം ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് സിറോ മലബാർ സഭ വ്യക്തമാക്കി. എന്നാൽ സഭയുടെ നിലപാട് ഏതെങ്കിലും പാർട്ടിക്കുള്ള തുറന്ന പിന്തുണയല്ലെന്നും വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജനങ്ങളുടെ വേദന മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ അനുകൂലിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം മുനമ്പം വിഷയത്തിൽ പരിഹാരം കാണാൻ ഈ ബില്ലിലൂടെ സാധിക്കില്ല എന്ന നിലപാടിലാണ് UDF നേതാക്കൾ. മുനമ്പം പ്രശ്നം കൂടുതൽ സങ്കീർണമാകുമെന്നാണ് തന്റെ നിഗമനമെന്ന് മുസ്ലിം ലീഗ് നേതാവും MLA-യുമായ MK മുനീർ പറഞ്ഞു. പാർലമെന്റിന് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള അവകാശമുണ്ടോ? ഇങ്ങനെയുള്ള എത്ര ബില്ലുകൾ പിന്നീട് കോടതികൾ ചോദ്യം ചെയ്ത് അതിനെ നള്ളിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ബില്ലിന് മുൻകാല പ്രാബല്യമില്ല എന്ന കാര്യം കേന്ദ്രമന്ത്രി തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ ചോദ്യം. UDF നിലപാട് ക്രൈസ്തവ സഭകളെ ധരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മുനമ്പം പ്രശ്നം വഖഫ് ബില്ലിൽ പരിഹരിക്കപ്പെടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.